ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ആളുകളെല്ലാം കൂടെ നിന്ന് ഓടിക്കുന്നുണ്ട് നോക്കിയത്. അതുകൊണ്ടേ ഒരു ഉടുമ്പ്. ഞാൻ ആദ്യമായിട്ടാണ് ഉടുമ്പിനെ കാണുന്നത്. പെട്ടെന്ന് ഓടി കേട്ടോ. അവർ പുറകെ ഓടിയപ്പോഴത്തേക്ക് അത് മതിൽ ചാടി അപ്പുറം കടന്നു. പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് തിരുവല്ലയിലുള്ള ഈ മോളിലൊന്ന് കയറി കേട്ടോ. ഒരു സാധനം മേടിക്കാൻ കയറിയത്. അവിടെ ആണെങ്കിൽ ഓരോ സാധനം നോക്കുന്നതിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കണ്ണം തുടക്കി. പാവയ്ക്ക തീയൽ, ഉള്ളി തീയൽ. ഇപ്പം ഇതുവരെ റെഡിമെയ്ഡായിട്ട് കിട്ടുമോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇപ്പം എന്താ കിട്ടാത്ത എല്ലാം കിട്ടും. പിന്നെ അവിടെ തന്നെ ഉള്ള നമ്മുടെ തോംസണിലൊന്ന് കയറി പ്ലം കേക്ക് മേടിക്കാൻ. പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ്. അവിടെ ചെന്ന് പ്ലം കേക്ക് എടുക്കാൻ നോക്കിയപ്പോൾ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. ഏതൊക്കെ സൈസ് ഇരിക്കുന്നു എൻ്റെ പൊന്നെ. ഇതെല്ലാം കൂടെ മേടിക്കാനും പറ്റത്തില്ല. ഏതെങ്കിലും ഒന്ന് അത് മതി. പിന്നെ കൺഫ്യൂഷനിലൊടുവിൽ ഞാൻ ആ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കേക്കാ മേടിച്ചേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ കേക്ക് മേടിച്ച് കട്ട് ചെയ്ത് കഴിക്കുമല്ലേ. ഈ പ്രാവശ്യം കട്ട് ചെയ്ത് കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് ഒരു ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എണീറ്റപ്പം കേക്ക് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് വരെ വെച്ചിരിക്കാനുള്ള ക്ഷമയൊന്നും ഞങ്ങൾക്കില്ല. ഇനിയിപ്പം നാളെയാണല്ലോ ക്രിസ്മസ്. അപ്പം ഇപ്പോഴേ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാ വർഷവും ക്രിസ്മസിന് എല്ലാ വീട്ടിലും മുടങ്ങാതെ മേടിക്കുന്ന ഒരു സാധനമാണ് ഈ പ്ലം കേക്ക്. ഈ തോംസൺ ബേക്കറിയിലാണെങ്കിൽ ഇഷ്ടം പോലെ സൈസ് പ്ലം കേക്ക് ഉണ്ട്. പിന്നെ അവിടുന്ന് മേടിച്ച് കേക്ക് കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാവുന്നത് കൊണ്ട് പിന്നെയും മേടിച്ചോളും. എനിക്ക് പൊതുവേ പ്ലം കേക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേങ്കിൽ ഈ പ്ലം കേക്ക് എൻ്റെ പൊന്നെ എന്നാ ടേസ്റ്റ് ആയിരുന്നെന്ന് പറയാം. നല്ല ഫ്ലഫി ആയിട്ട് പഞ്ഞി പോലെ നല്ല മണമൊക്കെ ആയിട്ടിരുന്നു. നല്ല അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളെയല്ലേ ക്രിസ്മസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.